നമസ്കാരം. ലോക മലയാളികൾ ഒന്നിലടങ്കം നെഞ്ചിലേറ്റിയ ഷോ നമ്മുടെ ബിഗ് ബോസ് മലയാളം വന്നു മക്കളെ. പ്രഡിക്ഷൻ ലിസ്റ്റ് കേട്ടോ. നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 8ൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. ഒരുപാട് പേരുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 8 ഈ വരുന്ന മാർച്ചിൽ തന്നെ ഉണ്ടാകുമെന്നൊരു സൂചന കൂടി ഉണ്ട് കേട്ടോ. അപ്പോഴും തോന്നും ഈ ഒരു സീസൺ കഴിഞ്ഞിട്ട് ഇത്ര വേഗം തന്നെ അടുത്ത സീസൺ ഉണ്ടാകുമെന്നൊരു ആശങ്ക പലർക്കും ഉണ്ടാവുകയെ. എന്നാൽ ഇവിടെ കാര്യങ്ങളൊക്കെ കുറെ മാറിയെന്നാട്ടോ അറിയാൻ കഴിയുന്നത്. കാരണം ഇപ്പോഴും നമ്മുടെ ബിഗ് ബോസ് മലയാളത്തിനായിട്ട് ഒരു സെറ്റ് തന്നെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു സീസൺ കഴിഞ്ഞിട്ട് ആ സെറ്റ് ഒന്ന് അറേഞ്ച് ചെയ്താൽ മാത്രം മതി എന്ന ഒരു കാര്യം ഇപ്പോൾ എളുപ്പമായിട്ടുണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. ഇതിന് മുൻപൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഏതാണ്ട് സീസൺ 7 മുൻപേ ആയിരുന്നെങ്കിൽ നമ്മുടെ ബിഗ് ബോസ് മലയാളത്തിന് വേണ്ടി സെറ്റ് ഇടുന്നത് മറ്റ് ഭാഷകളിലേക്ക് അത് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷമാണ് തോന്നുന്നു. അവരുടെ സമയവും സന്ദർഭമൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മുടെ ബിഗ് ബോസ് മലയാളത്തിന് സെറ്റ് ഇട്ടിരുന്നത്, അതായത് റെന്റിന് എടുത്തിട്ടൊക്കെ. എന്നാൽ ഇപ്പോൾ സ്വന്തമായിട്ട് സെറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതൊന്നും അറേഞ്ച് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ കണ്ടസ്റ്റൻസിനെയൊക്കെ തിരഞ്ഞെടുത്ത് പെട്ടെന്ന് തന്നെ ഷോ നടത്താം എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സീസൺ 6 ഉണ്ടായ അതേ സമയത്ത് തന്നെയാണ് നമ്മുടെ സീസൺ 8 വരുന്നത് എന്നൊരു സൂചനയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പോഴും വന്നിരിക്കുന്ന പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉള്ളവർ തന്നെയാണോ സീസൺ 8 ഉണ്ടാകുന്നത് എന്ന് അറിയത്തില്ല. എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു കാര്യം ഉറപ്പാണ്, എന്തായാലും ഇനി ആര് വന്നാലും ശോകമൂകമായ ഒരു അവസ്ഥയല്ല എങ്കിൽ സീസൺ 8 കത്തിക്കയറും കേട്ടോ. നമുക്ക് എന്തായാലും ആരാണ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ എന്ന് നമുക്ക് നോക്കാവേ. ഇതിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആക്ടറായ രാജീവ് പരമേശ്വറിന്റെ പേരാണ്. പിന്നെ നമ്മുടെ ട്രാൻസ് കാറ്റഗറിയിൽ വരുന്ന നമ്മുടെ ജാസിയുടെ ഒരുപാട് ഇഷ്യൂസ് ഇപ്പം ഇങ്ങനെ കത്തിക്കയറിക്കൊണ്ട് ഇരിക്കുവാണല്ലോ. പിന്നെ നമ്മുടെ നാഗസരന്ദ്രി, ചണ്ടാള ബാവ, അവർക്കും ഒരു സ്കോപ്പ് കാണുന്നുണ്ടേ. പിന്നെ നമ്മുടെ അലൻ ജോസ് പെരേര, പിന്നെ അനീഷ് രവി ആർട്ടിസ്റ്റ്, അതെല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. പിന്നെ നമ്മുടെ ചെകുത്താൻ, അതുപോലെ നമ്മുടെ രാഹുൽ ഈശ്വർ, പിന്നെ സന്തോഷ് പണ്ഡിറ്റ്, പിന്നെ ഈ അടുത്ത വിവാദമായ ഒരു ആക്സിഡന്റ് കേസിലൊക്കെ പെട്ടുകിടക്കുന്ന നമ്മുടെ സിദ്ധാർത്ഥ് പ്രഭു, അതുപോലെ നമ്മുടെ ഇന്റർവ്യൂവർ ഉണ്ടല്ലോ, മെഹറിൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ തൊപ്പി, അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് സീസണിന്റെ തുടക്കം മുതൽ തന്നെ നമ്മുടെ ഈ ലാസ്റ്റ് സീസൺ വരെ നമ്മുടെ ബിഗ് ബോസ് മലയാളത്തിൽ നന്നായിട്ട് റിവ്യൂ ചെയ്ത ഒരു റിവ്യൂവർ കൂടി ഉണ്ടാകുമെന്നൊരു സൂചന ഉണ്ട് കേട്ടോ. ആ ഒരു കാര്യത്തിലുണ്ടല്ലോ, എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായമാണ് നമ്മുടെ സമ്മർ മീഡിയ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ആരാണ് ബിഗ് ബോസ് സീസൺ 8ലെ പോരാളികൾ എന്ന് അറിയാനേ.